കോഴിക്കോട് കുന്നമംഗലത്ത് വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടതിന്റെ CCTV ദൃശ്യം റിപ്പോർട്ടറിന്. സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം. കുട്ടികൾ ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വാഹനം ഇടിച്ചതിന് പിന്നാലെ ഓട്ടോ ഒരു മതിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. കുട്ടികൾക്കാർക്കും പരിക്കില്ലല്ലോ അല്ലേ? സ്മൃതി, കുട്ടികൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ്. അതാണ് ആശ്വാസമുള്ള കാര്യം. അത്ഭുതകരമായുള്ളൊരു രക്ഷപ്പെടൽ. അത് അല്പം ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് സ്മൃതി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രാവിലെ ഏതാണ്ട് 8:40 നടന്ന അപകടമാണ്. ഈ കുട്ടികളുമായി കുന്നമംഗലം നൊച്ചിപ്പോയിൽ അരവിന്ദ വിദ്യാലയത്തിലെ കുട്ടികളാണ് ഈ ഓട്ടോ ടാക്സിയിൽ ഉണ്ടായിരുന്നത്. അവർ സ്കൂളിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ അപകടം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം സ്വകാര്യ ബസ് വരികയാണ്. അതിനിടയിൽ അതിൻ്റെ മുൻഭാഗത്ത് എതിർദിശയിൽ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്താണ് ഈ ഓട്ടോ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. അതൊരു പക്ഷേ ഈ സ്വകാര്യ ബസ്സുകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. അതിനിടയിലാണ് ഈ തിരിഞ്ഞു വന്ന ഓട്ടോയിലേക്ക് ഈ സ്വകാര്യ ബസ് ചെന്നുകൊണ്ടുപോയി ഇടിക്കുകയും ചെയ്യുന്നത്. ഓട്ടോറിക്ഷ കണ്ടതിന് പിന്നാലെ തന്നെ ഇയാൾ പരമാവധി ബ്രേക്ക് ചവിട്ടുന്നതും നമുക്ക് കാണാം. അത് വലിയ ആഘാതത്തിൽ വന്നിടിച്ചിരുന്നുവെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് അത് വഴിമാറുകയും ചെയ്തേനെ. അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ ഒരു കമ്പിവേലിയിലേക്ക് ഈ ഓട്ടോറിക്ഷ ചെന്നുപോയി ഇടിച്ചു കയറുകയും ചെയ്യുന്നുണ്ട്. ആശ്വാസം, കുട്ടികൾക്ക് പരിക്കില്ല എന്നുള്ളതാണ് സ്മൃതി. നിലവിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.